ഹായ് ഹലോ, ഇന്നത്തെ റെസിപ്പി ചിക്കൻ ലസാനിയയുടെ ആണ്. അതുപോലെ തന്നെ ലസാനിയ ഷീറ്റിന് പകരം സമൂസ ഷീറ്റ് കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ലസാനിയയുടെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിക്ക് പകരം സവാള വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു സവാള എടുത്താൽ മതി. അതിനുശേഷം ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വന്നാൽ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ അതിൻ്റെ പച്ചമണം ഒന്ന് മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ഒന്ന് അരച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ബ്രസ്റ്റിൻ്റെ പീസ് മുഴുവനായിട്ട് അരച്ചതാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നല്ലപോലെ തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തക്കാളി ഒന്ന് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അത് ചിക്കനൊക്കെ നല്ലപോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്കൊരു വൈറ്റ് സോസ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മൈദയും ബട്ടറൊക്കെ ഒന്ന് മിക്സായി വന്നാൽ ഇതിലേക്ക് 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് നേരം ഇളക്കി യോജിപ്പിക്കുമ്പോഴേക്കും നമുക്കൊന്ന് കട്ടിയായി വന്ന് തുടങ്ങും കേട്ടോ. ആ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ സോസൊക്കെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് സമൂസ ഷീറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ എത്രത്തോളം ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് സമൂസ ഷീറ്റ് ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ടിട്ട് നമുക്ക് കോരി മാറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ബേക്ക് ചെയ്യണ പാത്രത്തിലേക്ക് സമൂസ ഷീറ്റൊക്കെ ഒന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വൈറ്റ് സോസ് ഇല്ലേ അതും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അടുത്ത ലെയർ സമൂസ ഷീറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം വൈറ്റ് സോസും പിന്നെ മൊസറല്ല ചീസും അങ്ങനെ സ്റ്റെപ്പായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് ലെയർ സമൂസ ഷീറ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വൈറ്റ് സോസ് ഒന്ന് നല്ലപോലെ തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് മുഴുവനായിട്ടും മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി മൊസറല്ല ചീസ് ഇല്ലാന്നുണ്ടെങ്കിൽ സ്ലൈസ്ഡ് ചീസ് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ നമുക്കിതൊരു 150 ഡിഗ്രിയിൽ 15 മിനിറ്റ് നേരം ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് കുറച്ച് ഒറിഗാനോ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് പാനിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ. സമൂസ ഷീറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്ത് നോക്കൂ. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബായ്.